നമ്മളെ ചെക്കൻ നാട്ടിൽ പോവാണ്. അപ്പൊ അതിന്റെ പെട്ടി പ്രിയപ്പെട്ട വളരെ വിഷമമുണ്ട്. കല്യാണം കഴിക്കാനുള്ള പ്ലാനിലാണ് പോണത്. കല്യാണം കഴിക്കാൻ പെട്ടെന്ന് കല്യാണം റെഡി ആട്ടെ. മോന്റെ പെട്ടി കെട്ടലാണ്. അപ്പൊ ഗൾഫിന്റെ പെട്ടി ആദ്യം കെട്ടുമ്പോ ആദ്യം സ്പ്രേ നമ്മൾ പെട്ടിയിലേക്ക് അടിക്കും. ഉള്ളത് അവിടെ തീർക്കാണ്. ഹലോ അല്ല, പെട്ടിയിലേക്ക് അടിക്കുമ്പോ ഗൾഫിന്റെ വാസന ഉണ്ടാവും. കുറച്ച് മതി. ഇവിടെ വെക്കാനുള്ള വല്ല സൗകര്യം ഉണ്ടോ? സാധാരണ പെട്ടിയിൽ കമ്പിലേക്ക് വെക്കൂലേ? ഫുള്ള് കാണും. അടക്കി മോനെ ചേർത്തിട്ടാ വന്ന പാടം ചേർത്തിട്ട് 2 മിഠായി കക്കാടം പോലേക്ക് മാറ്റി വെച്ചേക്ക്. എന്താ പൂരി തുടങ്ങാനാ? ചേർത്തിട്ടാ മിഠായി കേടാക്കല്ലേ. ഒന്നും കേടാ ഇങ്ങനെ വേറെ പെട്ടി കഴിഞ്ഞു. അല്ല, ഇതിന്റെ സ്പ്രേനെ വെട്ടിക്കണ്ട് കയറ്റിട്ട് പോരെ. കുട്ടികൾക്ക് മറ്റേ സോപ്പിൽ വെക്കല്ലേ. സോപ്പ് ഒന്നിച്ചൊരു വീഡിയോ ഉണ്ട്. ഇത് വേറെ ഒരു പ്രവാസി പെട്ടി മാത്രമല്ല, സ്നേഹത്തിന്റെ മധുരത്തിന്റെ പെട്ടികളാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത്. മാറ്റി വെക്കും. ഫുള്ള് സാധനം കേട്ടോ, ഫുള്ള് സാധനങ്ങളാണ്. പറക്കുന്ന സാധനം, ഫുള്ള് ചോക്ലേറ്റ് തൊട്ടിട്ട് അല്ല സലാഡ് പക്ഷെ ഇതെല്ലാം വാരിടുന്നു. ഈ മുട്ടായി കവർ മാറ്റിച്ചാൽ ഇതൊക്കെ പോകും. മുട്ടായി കവർ മാറ്റിച്ചാൽ വാരിടല്. ഇതാണ് ഞങ്ങൾ കൊട്ടാരട്ട വലിയ സംഭവം. ഒരു മിനിറ്റ് വെയിറ്റ്. അതായത് ഒരു പെട്ടി പാക്ക് ചെയ്തില്ലേ, വാരി കൊടുക്കണം. നമ്മളെ സ്നേഹത്തിന്റെ പെട്ടി ഏകദേശം ആയിട്ടുണ്ട്. കാണുന്നില്ലല്ലോ. എന്ത് മാർക്കർ ഏകദേശം 30 ലഗേജ് ആയിട്ടുള്ളത്. ഏറെന്തൊക്കെ പോണത് ഏകദേശം ഫുൾ 37 കിലോ ടോട്ടല്. അവിടെ നിന്ന് പുഷ് ഇങ്ങോട്ട് നാളെ തന്നെ പൊട്ടിക്കുന്ന നാളെ പൊട്ടിക്കണം. വേറെ ടാപ്പരണം കഴിയോ? നമ്മളെ പെട്ടി അടവ് തൊട്ട പിന്നെ പ്രശ്നമുള്ള കാര്യമില്ല. എന്തെങ്കിലും പറയാം. എന്റെ പെട്ടി പെട്ടിട്ടില്ല നമുക്ക്. ഇതിപ്പോ അവിടെ പോയിട്ട് ഇപ്പൊ ആരമാർക്ക് നോക്കി വെക്കല്ലേ. ആരമാർക്ക് ഇങ്ങോട്ടാ അടി ചോദിച്ചോ.
നമ്മള് പേര് ചെയ്തുള്ളതായിട്ടോ ആശയുള്ള ആശ്രണ്ട ഇങ്ങനെ സാധനം ആ കുഞ്ഞാലിക്കുട്ടി അടിയില് പച്ചപ്പട ഇവിടെ വാക്യങ്ങൾ ചെയ്ത് പ്രിയപ്പെട്ട പച്ചപ്പട പ്രിയ പച്ചപ്പടല്ലോ മക്കരപ്പറമ്പിന്റെ പ്രിയാഭിമാന താരമായ അങ്ങനെ ചെറുതാക്കി മംഗ്ലീഷിൽ എഴുതിയാ മതിയാ മലയാളത്തിൽ ചെയ്താൽ മതി. മക്കരപ്പറമ്പിന്റെ ഇവിടുന്ന് എഴുത്തോടും മക്കരപ്പറമ്പിന്റെ മക്കര പറമ്പിന്റെ പറമ്പിന്റെ ബിംബി അല്ലേ മിന്റെ ആ അഭിമാന താരമായ അത് മനസ്സിലാവണമെന്നല്ല മക്കരപ്പുറമേ ഇത് എനിക്ക് എന്ത് എഴുതിക്കണേ ഈ കാണുന്നത് ഇതെന്താ എന്താണ് എഴുതിക്കുന്നത് മനസ്സിലാവും അഭിമാന താരമായ മാനുക്കുട്ടന് ഏത് കുട്ടനെ തുമ്പിക്കുട്ടന് തുമ്പിക്കുട്ടൻ മാനുക്കുട്ടന് അതിലുപരി തുമ്പിക്കുട്ടനും കുട്ടന് അതിലുപരി തുമ്പിക്കുട്ടനും അവന്റെ കുട്ടിയിലാരുണ്ട അതിലുപരി ഏത് പരിപ്പിന്റെ തുമ്പിക്കുട്ടൻ തുമ്പിക്കുട്ടനും അപ്പൊ തുമ്പിയുടെ പ്രിയപ്പെട്ട തുമ്പിക്കുട്ടൻ തുമ്പിയുടെ പ്രിയപ്പെട്ട തുമ്പിക്കുട്ടന് ഞാൻ ഞാൻ താക്കൂലേ അരിപ്പോ അതിലുപരി അരിപ്പൊടിയോ അതിലുപരി തുമ്പിയുടെ തുമ്പിക്കുട്ടന് തുമ്പിയുടെ തുമ്പിക്കുട്ടനും ഒരു തൂന്നിരിക്കണിക്കും ബാൻ ചെയ്തിട്ട് എന്നെ സ്കൂളിൽ ഉണ്ടാക്കാൻ തുന്തറിനൊക്കെ ഇത് വരണ്ടേ തുമ്പിയുടെ തുമ്പിക്കുട്ടനെ കുട്ടനെ ഹാപ്പി ജേണി പോരാ അത് കറക്റ്റാ സ്പെല്ലിങ് ഹാപ്പി ജേണി ജേണി എവിടെ ഇത് അത് കറക്റ്റാ സ്പെല്ലിങ് അതാണ് ജേണിന്റെ ബാക്കി അറി ജന്നത്താണ് എഴുതിച്ചിരിക്കണേ ഇത് വഴിയാണ് അറിയാത്ത കുട്ടിയില്ല ഇന്നെ പണ്ട് ഇവിടെ അൽമാസിൽ വിളിച്ചല്ലോ ഡോക്ടറായിട്ട് ഇങ്ങനെ എഴുതി വിടാന് 18 18 ഉള്ള പാമ്പോ പെൺകുട്ടികൾക്ക് മുൻഗണന പേപ്പട്ടിന്റെ മുൻഗണന മുൻഗണന സെക്കൻഡ് നമ്പർ കൊടുക്കണ്ടേ ഇവിടെ ആശിർ ഇവിടെ ഇതാണ് 18-20 വയസ്സുള്ള പെൺകുട്ടികൾക്ക് മുൻഗണന ചെക്കൻ പെണ്ണ് നോക്കി കാര്യങ്ങൾ ഇതെന്തിനാ മുൻഗണന ചെക്കന് കല്യാണം ആലോചിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് എല്ലാരും ആശിർ അല്ല നമ്പർ ആദ്യം ആശിർ പ്ലീസ് കോണ്ടാക്ട് ഇംഗ്ലീഷ് ഇതെന്താണ് ആശിറിനോട് നമ്മളെ അങ്ങനെ ചോദിച്ചോളൂ ആശിർ നമ്പർ പറയും നമ്പർ നമ്പർ ചെയ്ത് നമ്പർ ഞാൻ പറഞ്ഞാ 70 എന്റെ നമ്പറാ എല്ലാവർക്കും കിട്ടും മറ്റേ ഇയാൾ ഒറ്റക്കുണ്ടോ ഇയാളെ നമ്പർ എഴുതിയാലേ 710909 ഈ 9 തിരിച്ചറിയില്ല നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഇത് കൂട്ടിട്ട് ഇതിവിടെ ജോയിന്റ് ആക്കി മതി ചെങ്ങായി എന്തായാലും 9 ഇട്ടാണല്ലോ ഈ സാധനം റാപ്പർ
നമുക്ക് എങ്ങനെ വെക്കണത് അങ്ങോട്ട് തിരി. ഇതെന്ത് കാട്ടണേ ഇജാത് നിലത്തിരിക്കുക നിലത്ത് ഇത് നിലത്തേക്ക് വെക്ക് സാധനം പെട്ടി. അല്ല കറക്റ്റ് കറക്റ്റ് ഇതുവരെ വെച്ച പണിയൊക്കെ ആടാ. നിലത്ത് വെക്കുമ്പോ നീ ഇങ്ങോട്ട് തിരിയാൻ പോയിട്ടോ. അല്ല ഇത് മുണ്ടല്ലേ? ഈ കയ്യൊന്നും എടുക്കും അങ്ങനെ പൊക്കാൻ ആ ഓക്കെ ചെയ്യില്ല